Ladies and gentlemen, boys and girls, welcome back to the new video of this YouTube channel, Aki Techie. ഇന്ന് കാലത്ത് ഞാൻ പോയി മുടി വെട്ടിയപ്പോൾ നമ്മുടെ ബാർബർ സ്പ്രേ ഒക്കെ അടിച്ച് മുടിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി തന്നു. നാട്ടത്തെ പോലെ ഒന്നല്ല, 10,000-3000 രൂപ നാട്ടത്തെ കൊടുത്ത് മുടി വെട്ടിയതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ടേ? അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്ത് കളയാം. ഇന്ന് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ സാധനം എൻ്റെ പുതിയ മോണിറ്ററാണ്, ഡെല്ലിൻ്റെ. നമ്മുടെ ഒരു ഫ്രണ്ട് രാജുഭായ് നമുക്ക് തന്നതാണ്. താങ്ക് യു രാജുഭായ്. അതിനകത്ത് നിങ്ങൾ കാണുന്നതാണ് സൂര്യ 42ൻ്റെ പുതിയ ടൈറ്റിൽ, കങ്കുവ ദ മാൻ ഓഫ് ഫയർ. അങ്ങനെ എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്. സ്റ്റുഡിയോ ഗ്രീൻസ് ആൻഡ് UV ക്രിയേഷൻസിൻ്റെ ബാനറിൽ ശിവ സംവിധാനം ചെയ്ത് സൂര്യ അഭിനയിച്ച് DSP മ്യൂസിക് ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ 3D പടമാണ്. സംഭവമായിരിക്കും മക്കളെ. അപ്പോൾ പടം അടിപൊളിയായിരിക്കുമോ സൂപ്പർ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വന്ന് കണ്ടിട്ട് പറയാം. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഒരു അഡാറായിട്ടാണ്. സാംസങ്ങിൻ്റെ ഒരു പ്രൊജക്ടറാണ് സാധനം. പ്രൊജക്ടറാ? അയ്യേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആഴ്ചയിൽ ഒരു പീരീഡ് ഓഡിയോ വിഷ്വൽ ലാബ് എന്നും പറഞ്ഞിട്ട് ഒരു ഇരുട്ട് മുറിയിലിട്ട് എല്ലാവരെയും അടച്ചിട്ടേ സോഷ്യൽ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച വേൾഡ് വാർ 2ൻ്റെ ഗതനകഥ നമ്മളെ വെള്ള സ്ക്രീനിൽ അട്ടപ്പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു പെട്ടിന്ന് ഇങ്ങനെ പ്ലച്ചേന്ന് അടിച്ച് പ്രൊജക്ട് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, അതല്ലേ മനസ്സിൽ വന്നത്. 90s കിഡ്സിന് ഇതെന്നും ഒരു നൊസ്റ്റു ആണ്. പക്ഷെ ഇത് അതല്ല ഐറ്റം കേട്ടാ. പണ്ടൊരു പെയിന്റിന്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ കാലം മാറി കഥ മാറി സാധനവും മാറി. പണ്ട് അട്ടപ്പുറത്ത് തൂങ്ങിക്കിടന്ന 2 അടിക്ക് 2 അടിയുടെ ആ യമണ്ട സാധനമല്ല, സാംസങ്ങിൻ്റെ ഫ്രീ സ്റ്റൈൽ പ്രൊജക്ടർ. അപ്പം എങ്ങനെ ഇതൊന്ന് തുറന്നു കാണുമല്ലേ? ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാനിത് ഓപ്പൺ ചെയ്ത് കുറച്ച് യൂസ് ചെയ്തതാണ്. റിവ്യൂ ഒക്കെ പറയേണ്ടതല്ലേടേ, ഒന്ന് ക്ഷമിച്ചേക്ക്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഈ ഐറ്റംസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്ടർ യൂണിറ്റ്, 45 വാട്ടിൻ്റെ പവർ അഡാപ്റ്റർ ബ്രിക്ക്, അതിൻ്റെ ചാർജിങ് വയറ്, കേബിള്, ഒപ്പം ഒരു ചെറിയ കുട്ടി ക്യൂട്ട് റിമോട്ട്, പിന്നെ അത്യാവശ്യം കുറച്ച് പേപ്പർ വർക്ക്സും. അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു ഇൻസൈൻലി കൂൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണിത്. നമ്മുടെ നാട്ടിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടെടുത്താൽ അതിൻ്റെ ഹാളിലൊരു TV, ഒരു ബെഡ്റൂമിലൊരു TV, ഇങ്ങനെയാണ് ഒരു ആവറേജ് സെറ്റപ്പ്. അല്ലാതെ ഒരു തിയേറ്റർ റൂം അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് അറ്റ്ലീസ്റ്റ് 90% വീടുകളെങ്കിലും ഇനിയും എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താനായിട്ടാണ് സാംസങ് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സുമായിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. മിനി HDMI, വൈഫൈ, ബ്ലൂടൂത്ത് എന്നിങ്ങനെയുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സോടുകൂടെ വരുന്ന ഈ ഡിവൈസിന് 550 ലൂമിനസ് ബ്രൈറ്റ്നെസ്സിൽ 1920-1080 പിക്സൽസ് HD റെസൊല്യൂഷനിൽ 30 ഇഞ്ച് മുതൽ 100 ഇഞ്ച് വരെ HD പ്രൊജക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചില്ലറക്കാരനല്ല സംഭവം. 5 വാട്ടിൻ്റെ ഇൻബിൽറ്റ് സ്പീക്കർ ആണെങ്കിൽ പോലും 360 ഡിഗ്രി ഡോൾബി ഡിജിറ്റൽ പ്ലസിൻ്റെ ഫീച്ചറോട് കൂടെയുള്ള മൾട്ടി ലിങ്ക് ഓഡിയോ സിസ്റ്റമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കിടിലാണ്. വെളുത്ത് നല്ല ക്യൂട്ടായിരിക്കുന്ന ഈ ഐറ്റം നമുക്ക് പ്രൊജക്ടറായിട്ട് മാത്രമല്ല സ്മാർട്ട് TV ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ ടൈസൺ OSൽ വർക്കാവുന്ന ഈ ഡിവൈസിൽ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം എന്നിങ്ങനെയുള്ള OTT ആപ്സ് ഉപയോഗിക്കാൻ മാത്രമല്ല ഇൻ്റർനെറ്റ് ബ്രൗസിങ്, ഗെയിമിങ്, സോഷ്യൽ മീഡിയ സർഫിങ് ഇങ്ങനെയുള്ള സകലമാന പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. കോമ്പാക്റ്റ്, ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയാമെങ്കിലും ഈ സാധനത്തിനെ കംപ്ലീറ്റ്ലി പോർട്ടബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഐറ്റം വേണം. ഇതാണ് ഇവൻ്റെ എക്സ്റ്റേണൽ ബാറ്ററി പാക്ക്. 32,000 mAh പവർ റിസർവ് കപ്പാസിറ്റിയുള്ള ഇവനെ കൊണ്ട് 3.5 അവേഴ്സിന് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇതിനെ പവറപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബാറ്ററി പാക്ക് ഇതിൻ്റെ കൂടെ വരുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. ക്വയറ്റ് എക്സ്പെൻസീവ്. അറൗണ്ട് 1.25 lakh റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ ലോഞ്ചിങ് MRP പ്രൈസ് എങ്കിലും ഇന്ന് ആമസോണിൽ അറൗണ്ട് 65,000 റുപ്പീസിന് ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ സ്റ്റാൻഡ് കണ്ട, ക്രാഡിൽ സ്റ്റാൻഡ് എന്ന് അതിൻ്റെ പേര്. 180 ഡിഗ്രി റൊട്ടേഷനിൽ ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ചുമരിലോട്ടോ അട്ടപ്പുറത്തോട്ടോ ബെഡിൽ കിടന്നിട്ടോ മലർന്ന് കിടന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ സാധനം നമുക്ക് കാണാം. ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ള ഇൻഫ്രാറെഡ് സെൻസേഴ്സ് കണ്ടോ, ഇത് വെച്ചിട്ട് ചുമരിലേക്കുള്ള ഡിസ്റ്റൻസും ചുമരിൻ്റെ ആംഗിളും ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ള രീതിയിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കീ ഫ്രെയിം സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അല്ല അടിപൊളി ഫീച്ചറാണ്. സംഭവം ഹൈലി പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ എവിടെ വേണമെങ്കിലും, ഹാളിലാണെന്നുണ്ടെങ്കിലും കിച്ചണിലാണെന്നുണ്ടെങ്കിലും ബെഡ്റൂംസിലാണെന്നുണ്ടെങ്കിലും ഇനിയല്ല ബാത്റൂമിലാണെന്നുണ്ടെങ്കിലും, എനിക്ക് ഈ ഡിവൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പോർട്ടബിലിറ്റിയും ഫോം ഫാക്ടറൊക്കെ തന്നെയാണ്. നമുക്ക് എവിടെ പോകുമ്പോഴും, ഇപ്പോൾ ഒരു ടൂറിന് പോകുമ്പോൾ, ഒരു ക്യാമ്പിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ നൈസായിട്ട് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കിടക്കുന്ന ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഈ LED പ്രൊജക്ടർ ലൈറ്റിന് അവർ 20,000 അവേഴ്സിൻ്റെ ലൈഫാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 900 ഡേയ്സ് ഓഫ് കണ്ടിന്യൂസ് യൂസ് ഇത് പറ്റും. 900 ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തിൽ 24 hours ഒന്നും യൂസ് ചെയ്യില്ലല്ലോ. മാക്സിമം പോയാൽ 3-4 മണിക്കൂർ അങ്ങനെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 8-10 കൊല്ലമൊക്കെ ലാസ്റ്റ് ചെയ്യാനുള്ള
കപ്പാസിറ്റി ഇതിൻ്റെ LED-ക്ക് ഉണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ റിമോട്ട് വഴിയും അല്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാംസങ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വഴിയും അതല്ലാന്നുണ്ടെങ്കിൽ അലക്സ, ബിക്സ്ബി ഇങ്ങനെയുള്ള വോയിസ് അസിസ്റ്റൻസ് വഴിയും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺവെൻഷണൽ പ്രൊജക്ടേഴ്സ് പോലെ വൈറ്റ് സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ഏത് കളറുള്ള ഏത് ചുമരിലോട്ട് വേണമെങ്കിലും നമുക്കിതിനെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കാണാം. ഓട്ടോമാറ്റിക്കലി ചുമരിൻ്റെ കളറിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ള ഇമേജസ് തരും. ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ തന്നെ ഇതിപ്പോൾ എൻ്റെ ബെഡിൻ്റെ സൈഡ് ടേബിളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ സൈഡ് ടേബിളിൽ സെറ്റ് ചെയ്ത് ഇതിങ്ങനെ വലിയ സ്ക്രീനിൽ IPL ഒക്കെ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. സ്വർഗം തന്നെ മുതലാളി. നല്ല HD പ്രൊജക്ഷനിൽ ഇങ്ങനെ RRRും നമ്മുടെ അടിപൊളി ഫിലിംസും ഒക്കെ ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ എന്ത് സുഖമാണെന്നറിയോ. ഉറങ്ങിപ്പോണ വഴി അറിയില്ല രാത്രി. ഇനി ഇതൊന്നും അല്ല, വല്ല ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആംബിയൻ ലൈറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ചില്ലാക്കാനുള്ള ഓപ്ഷൻസും ഈ സാധനത്തിലുണ്ട്. ഇതിലിവർ വേറൊരു ഫീച്ചർ പറയുന്നുണ്ട്. അതായത് കിടന്നുറങ്ങുമ്പോൾ സൈഡ് ടേബിളിലൊക്കെ വെച്ചിട്ട് ഈ സാധനം ഇതിനെ കവർ ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സൈഡ് ടേബിളിൽ ടേബിൾ ലാമ്പായിട്ട് യൂസ് ചെയ്യാം. 70,000 രൂപയും കൊടുത്തിട്ട് ഈ സാധനം ടേബിൾ ലാമ്പ്. അപ്പം ഞാൻ പൊട്ടനാ അപ്പോൾ ഇതൊക്കെയാണ് സാംസങ്ങിൻ്റെ ഫ്രീസ്റ്റൈൽ പ്രൊജക്ടറിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.